2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18ാമത്തെ മന്ത്രിസഭ ആര് ഭരിക്കും എന്നുള്ള ചോദ്യങ്ങളും പ്രവചനങ്ങളും കണക്കുകൂട്ടലുകളുമെല്ലാം ദേശീയ അന്തർദേശീയ സംസ്ഥാന മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ BJP പ്രചരണായുധമായി ഉയർത്തിക്കാട്ടിയ അല്ലെങ്കിൽ പ്രചരണ മുദ്രാവാക്യമായി ഉയർത്തിക്കാട്ടിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് 400 സീറ്റുകളിൽ അധികം BJP അധികാരത്തിൽ എത്തും എന്നുള്ളതും ഒപ്പം മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതുമാണ്. 400 സീറ്റിൽ അധികം എന്നുള്ളതും മോദിയുടെ ഗ്യാരണ്ടിയും ഒക്കെ കാര്യമായ രീതിയിൽ രാജ്യത്ത് ഒട്ടുമിക്കുള്ള സംസ്ഥാനങ്ങളിലും വലിയ തരംഗമായി അലയടിച്ചിരുന്നു. എന്നാൽ അവസാന ഘട്ടങ്ങളിലേക്ക്, അതായത് 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ 400 സീറ്റ് എന്ന അവകാശവാദത്തിന് ചില മങ്ങലുകളൊക്കെ ഏറ്റിട്ടുണ്ട്. കാര്യമായ രീതിയിൽ BJP നേതാക്കന്മാരൊന്നും അതങ്ങനെ ഉയർത്തി ഇപ്പോൾ പറയുന്നില്ല. കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് അവിടെ സാധിച്ചിട്ടുണ്ട് എന്ന പ്രവചനങ്ങളും പലയിടത്തും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BBC-യുടെ പ്രവചനത്തിൽ പോലും 2 സീറ്റ് അധികമായി നേടി മുൻപിൽ വരുന്നത് ഇന്ത്യ സഖ്യമാണെന്നുള്ള പ്രവചനം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത് ഇന്ത്യ സഖ്യത്തിനോടൊപ്പമോ അല്ലെങ്കിൽ NDAയ്ക്കൊപ്പമോ നിൽക്കാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന YSR കോൺഗ്രസ് പോലെയുള്ള അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള ചില പ്രാദേശിക പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് അനുസരിച്ചായിരിക്കും അടുത്ത മന്ത്രിസഭാ രൂപീകരണം എന്നുള്ള പ്രവചനങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിൽ ചില പ്രവചനങ്ങളും ഒപ്പം ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകളുമെല്ലാം പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൻ ബ്രമർ എന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ പ്രവചനമാണ്. അദ്ദേഹം പറയുന്നത് 305 സീറ്റുകളിൽ BJP സഖ്യം വിജയിക്കും എന്നുള്ളതാണ് ഇയാൻ ബ്രമറുടെ പ്രവചനം. യോഗേന്ദ്ര യാദവിൻ്റെ പ്രവചന പ്രകാരം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകില്ല. BJP 240 മുതൽ 260 വരെയുള്ള സീറ്റുകളിൽ മാത്രം വിജയിക്കും. NDAയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികൾ 35 മുതൽ 45 സീറ്റുകൾ വരെ വിജയിക്കും. അതായത് NDA തീരുമാനിക്കും ആര് രാജ്യം ഭരിക്കണം, ആരായിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളതൊക്കെ. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റകക്ഷിയായി നിന്ന BJPക്ക് ഇക്കുറി അത്രയും സീറ്റുകൾ ലഭിക്കില്ല. 260 സീറ്റുകൾ, കേവല ഭൂരിപക്ഷ സീറ്റിനോട് അടുത്ത് നിൽക്കുന്ന സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. BJP തന്നെ മത്സരിക്കണമെന്ന തീരുമാനവും NDAയിലെ മറ്റ് പ്രാദേശിക പാർട്ടികൾ അല്ലെങ്കിൽ ഘടകകക്ഷികൾ തീരുമാനിക്കും. ഒരു പക്ഷേ NDAയിൽ നിന്നൊരു ഒഴുക്ക് ഇന്ത്യ സഖ്യത്തേക്ക് വന്നാൽ പോലും അത് ഒരു ഭരണമാറ്റത്തിനും കളമൊരുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ വ്യക്തമാകുന്നത് 240 മുതൽ 260 സീറ്റ് വരെ BJP, NDA സഖ്യം 35 മുതൽ 45 സീറ്റുകൾ വരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 85 മുതൽ 100 വരെ സീറ്റുകളിൽ വിജയിക്കും എന്ന് പ്രവചിക്കുന്നു അദ്ദേഹം. 100 സീറ്റിലധികം കോൺഗ്രസിന് ഒറ്റയ്ക്ക് നേടുവാൻ സാധിച്ചില്ല എങ്കിൽ പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി വരുവാനുള്ള സാധ്യതയും കുറവാണ്. അവിടെ മറ്റ് പാർട്ടികൾ, അതായത് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റ് ഘടകകക്ഷികൾ 120 മുതൽ 135 സീറ്റുകളിലേക്ക് വിജയിച്ചു വരും എന്നും യോഗേന്ദ്ര യാദവ് പറയുന്നുണ്ട്. ഇനി ഒരു പാർട്ടി എന്ന തരത്തിൽ നമ്മൾ നേരത്തെ BBC-യുടെ കണക്കൂട്ടൽ പ്രകാരം നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇന്ത്യ സഖ്യവും ഇന്ത്യയും തമ്മിലുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ 35 സീറ്റുകൾ മറ്റ് പ്രാദേശിക ഘടക പാർട്ടികൾ നേടുമെന്ന് പറയുമ്പോൾ അതിൽ YSR കോൺഗ്രസിന് 15 സീറ്റുകൾ അവർ പറയുന്നുണ്ട്. അത്തരത്തിൽ YSR കോൺഗ്രസിനെ പോലെ തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള ചില പാർട്ടികൾക്ക് അടുത്ത തവണ ആര് ഈ രാജ്യം ഭരിക്കണമെന്ന തീരുമാനമെടുക്കുവാനുള്ള അധികാരം അത്തരത്തിലുള്ള ഘടകകക്ഷികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോടൊപ്പമോ NDAയ്ക്കൊപ്പമോ എന്ന നിലപാട് പറയാതെ നിൽക്കുന്ന പാർട്ടികൾക്കുണ്ടാകുമെന്ന് തന്നെയാണ് BBC-യും പറയുന്നത്. അത്തരത്തിൽ വീക്ഷിക്കുമ്പോൾ YSR കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു കിങ് മേക്കറായി ജഗൻമോഹൻ റെഡ്ഡി മാറുമെന്നും YSR കോൺഗ്രസ് തീരുമാനിക്കും ഈ രാജ്യം ആര് ഭരിക്കണമെന്നും എന്നൊക്കെ YSR കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ജഗൻമോഹൻ റെഡ്ഡിയും ഒക്കെ പലവരും അവകാശപ്പെടുന്നുമുണ്ട്. ഇനി മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഹരിയാനയിലും ബീഹാറിലും കർണാടകയിലുമൊക്കെ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് രജീവ് സർദേശായി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ഏറ്റവും ഒടുവിൽ 2023-ലും 2024-ലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഈ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ഒപ്പം മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒപ്പം കൂട്ടിയ സഖ്യകക്ഷികൾ BJPക്ക് വലിയ തിരിച്ചടിയാകും. പക്ഷേ ഒഡീസയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ BJP നില മെച്ചപ്പെടുത്തുമെന്നാണ് ചില വൃത്തങ്ങൾ പറയുന്നത്. ഒപ്പം ബംഗാളിലും UPയിലും നിലവിലുള്ള സ്ഥിതി അങ്ങനെ തന്നെ മെച്ചപ്പെടുത്തും. ഇങ്ങനെയാണ് പ്രവചനങ്ങൾ പോകുന്നത്. പല രാഷ്ട്രീയ പ്രവചനങ്ങളിലും ഒട്ടുമിക്ക പ്രവചനങ്ങളും പറയുന്നത് NDA സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തും. BJPക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റ് നേടുവാൻ സാധിക്കില്ല എങ്കിൽ പോലും ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി 3ാം തവണയും NDA സർക്കാർ അധികാരത്തിൽ വരും. നരേന്ദ്രമോദി ആയിരിക്കുമോ അന്നത്തെ പ്രധാനമന്ത്രി എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം.
പക്ഷേ ബി ജെ പി ഇപ്പോഴും ചില ഇടങ്ങളിൽ പറയാതെ പറയുന്നു 400 സീറ്റുകളിലധികം ബി ജെ പി നേടുമെന്ന്. പക്ഷേ എന്തായിരിക്കും ജനവിധി എന്നറിയുവാൻ ഇനി കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കണം. കുറച്ച് നാളുകൾ കൂടി കഴിയുമ്പോൾ ജനം ആർക്ക് അനുകൂലമായി വിധിയെഴുതും, ആരായിരിക്കും അടുത്ത രാജ്യസഭയുടെ നേതാക്കന്മാരായി മാറുന്നത്, രാജ്യസഭാ അംഗങ്ങളായി മാറുന്നതെന്ന് അറിയാം.